നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ജഡമായി ഞങ്ങളുടെ ഇടയിൽ പാർത്ത ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പാനായ യേശുക്രിസ്തുവിൽ കൂടെ ഞങ്ങളെ വീണ്ടെടുത്ത് അവിടുത്തെ മക്കളാക്കി തീർത്ത പിതാവാം ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിനും അങ്ങയുടെ വലിയ രക്ഷണീയ പ്രവർത്തനങ്ങൾക്കാട്ടും സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മക്കളെന്നുള്ള അവകാശത്തോടെ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ, കർത്താവേ, അങ്ങുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധത്തിൽ ഞങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ഒന്ന് തിരിച്ചറിയുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകുവാൻ, ഇന്നലത്തേക്കാൾ ഇന്ന് ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നിൽക്കുവാൻ ഇന്നത്തെ വചന കേൾവി ഇടയാക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്യണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവിൻ്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മഹാടവികയുടെ 41ാം കൺവെൻഷനിൽ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും വൈകിട്ടും ഞായറാഴ്ചയും നിൽക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി, പദവിക്കായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ഇതിന് എന്നെ ക്ഷണിച്ച അഭിമന്യ തിരുമനസിനോടും ബിജോയ് അച്ഛനോടും മറ്റ് ചുമതലപ്പെട്ട എല്ലാവരോടുമുള്ള എൻ്റെ നിസ്സീമമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനല്ല, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മളോട് ഇടപെടുമാറാകണമേ എന്ന പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ മധ്യകേരള മഹാടവയിൽ നിന്നുള്ളതായതുകൊണ്ട് ഈ മഹാടവയായിട്ട് അത്ര വലിയ പരിചയമില്ലെങ്കിലും ഞാൻ തിടനാടാണ് എൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത്. അപ്പോൾ ഈ മഹാടവക ആരംഭിച്ചിട്ട് 1 വർഷമേ ആയുള്ളൂ. എൻ്റെ ആദ്യത്തെ വാർഷികത്തിൽ നിങ്ങളോടൊപ്പം സംബന്ധിപ്പാൻ സാധിച്ചു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചില ഇടവകളിൽ, മേലടുക്കം, കഞ്ഞിക്കുഴി മുതലായ ഇടവകളിലൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ദൈവവചനം പ്രസംഗിക്കുവാൻ ഉള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴിപ്രകാരം മഹാടവ കൺവെൻഷനൊരു അവസരം ലഭിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നോട്ടീസിൽ ഞാനൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. ആത്മാവിൽ ആരാധന, ഇവിടെയും അത് എഴുതിയിട്ടുണ്ട്, ദൈവപ്രസാദമെന്ന്. ആത്മാവിൽ ആരാധിക്കുക എന്നുള്ളത് കർത്താവ് നമ്മളെ ഉത്ബോധിപ്പിച്ച സംഗതി. എന്നാൽ ആരാണ് ആത്മാവിൽ ആരാധിക്കേണ്ടുന്നത്? ആത്മാവിൽ ആരാധിക്കേണ്ടുന്നവൻ ആത്മീകനായിരിക്കണമെന്ന് നമുക്കറിയാം. ആത്മാവിൽ ജീവിക്കുന്നവന് മാത്രമേ ആത്മാവിൽ ആരാധിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ആരാണ് ആത്മാവിൽ ജീവിക്കുന്നവൻ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ ആ ഒരു അനുഭവത്തിൽ നമുക്ക് നമ്മുടെ ക്രൈസ്തവ ജീവിതം നയിപ്പാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആത്മശോധന ഞാൻ പ്രാർത്ഥനയിൽ ഓർമ്മിപ്പിച്ചതുപോലെ, നാവും നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എവിടെയായിരിക്കുന്നു, നാം എത്രമാത്രം ദൈവത്തിന് അല്ലെങ്കിൽ ദൈവിക പ്രമാണങ്ങളിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്ന് യഥാസ്ഥാനപ്പെട്ട് ഒന്ന് മടങ്ങി വന്ന് നാം നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തെ ഒന്ന് പുനഃസ്ഥാപിക്കുമ്പോഴാണ്
നമുക്ക് ആത്മാവിൽ ആരാധിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മനസ്സിൽ തന്നിരിക്കുന്ന ദൂത് ഒരു യഥാസ്ഥാനപ്പെടലിൻ്റെ ദൂതാണ്. Let us come back to the Lord. നാം എവിടെ നിന്ന് പോയി അവിടേക്ക് മടങ്ങി വരുവാൻ ഉള്ള ഒരു ആഹ്വാനം ഇന്ന് നമുക്ക് ശ്രമിക്കാം. ഞായറാഴ്ച കുറെ കൂടെ ആത്മീക ജീവിതത്തെക്കുറിച്ചും സമാപന യോഗത്തിൽ ഒരു മിഷനറി ചലഞ്ചോടുകൂടെ ഈ കൺവെൻഷൻ്റെ അവസാന ദൂത് നൽകാം എന്ന് കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാനൊരു വാക്യം വായിക്കട്ടെ. ആമോസിൻ്റെ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ആമോസ് പ്രവാചകൻ ഇപ്രകാരം പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം തന്നെ ഇസ്രായേൽ ഗൃഹമേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് വിലാപം ചൊല്ലുന്ന ഈ വചനം കേൾപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇസ്രായേൽ ജനത്തോട് ദൈവപ്രവാചകനിൽ കൂടെ സംസാരിക്കുന്ന പ്രവചനവാക്യങ്ങളിൽ അവൻ പറയുന്നു 4-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. Seek me so that you may live. അപ്പോൾ ആ വാക്യം തന്നെ വളരെ വ്യക്തമായി പറയുന്ന ഒരു സംഗതി, യു ആർ അബൌട്ട് ടു ഡൈ. നീ മൃതപ്രായനായി മരണത്തോടടുത്തിരിക്കുകയാണ്. നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിനക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ അതിനൊരു പ്രതിവിധിയുണ്ട്. അത് യഹോവയായ ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വാക്യത്തിൽ അന്തർലീനമായിരിക്കുന്ന 2-ാമത്തെ ആശയം അതാണ്. അവർ ദൈവത്തെ അന്വേഷിക്കാത്തവരായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ദൈവത്തെ അന്വേഷിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന അവസ്ഥയാണ്. നമുക്കറിയാമല്ലോ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം. ഒരുപക്ഷെ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ നിന്നുകൊണ്ടായിരിക്കും ഇന്നും വൈകിട്ടും ഞാൻ സംസാരിക്കുന്നത്. യഹോവയായ ദൈവത്താൽ അബ്രാമിൽ കൂടെ തിരഞ്ഞെടുത്ത്, യാക്കോബിൽ കൂടെ തിരഞ്ഞെടുത്ത് 430 വർഷക്കാലം ഇസ്രായേലിന്റെ അടിമത്തത്തിൽ കിടന്ന് വിലപിച്ച ദൈവജനത്തിന്റെ കണ്ണുനീര്, കരച്ചില് ദൈവം കേട്ട് മോശയിൽ കൂടെ അവരെ വിടുവിച്ച് ദൈവത്തിന്റെ വാഗ്ദത്ത നാട്ടിലേക്ക് നടത്തുന്ന ചരിത്രം. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി, ആകാശത്തു നിന്ന് മന്ന പൊഴിച്ച് അവരെ പോഷിപ്പിച്ച് അവരുടെ വസ്ത്രം അവൻ നശിച്ചു പോകാതെ, അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോകാതെ മരുഭൂമിയിൽ ഉടനീളം അവരെ കാത്തു പരിപാലിച്ച് യോശുവയിൽ കൂടെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാനും ഗോത്രം ഗോത്രമായി ദൈവത്തിന്റെ വാഗ്ദത്ത നാടവർക്ക് വിഭാഗിച്ച് ലഭിക്കുന്നതും പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുകയാണ്. ആ യാത്രക്കിടയിൽ 2 ദിനവൃത്താന്തം 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങള് ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീണുകൊണ്ട് ദൈവസന്നിധിയിൽ എടുക്കുന്ന ഒരു ഉടമ്പടിയുണ്ട്. യഹോവയാണ്, യഹോവയാണ്, ഇനി ഞങ്ങൾ സൈനികരുടെ യഹോവയായ ദൈവത്തെ മാത്രമേ ആരാധിക്കുള്ളൂ, അവനെ മാത്രമേ വണങ്ങുകയുള്ളൂ. അത് ഞങ്ങളുടെ സ്ത്രീകളും പുരുഷന്മാരും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും എല്ലാം അപ്രകാരം ഇസ്രായേലിന്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. അല്ലാതെ ആരെങ്കിലും ചെയ്താൽ അവര് മരണശിക്ഷയ്ക്ക് യോഗ്യനാണ് എന്ന് അവർ ദൈവസന്നിധിയിൽ ഉടമ്പടി എടുക്കുന്നത്, ദൈവമായിട്ടൊരു വലിയ ഉടമ്പടിയിലേക്ക് അവർ പ്രവേശിക്കുന്നത് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ പ്രവചന പുസ്തകത്തിലേക്ക് വരുമ്പോൾ
മേജർ പ്രോഫറ്റ്സ് ആയാലും മൈനർ പ്രോഫറ്റ്സ് ആയാലും അവര് ദൈവസന്നിധിയിൽ അകന്നുപോയ ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പരിതപിച്ച് ദുഃഖിച്ച് വിലപിക്കുന്ന ചിത്രം. അവരുടെ തെറ്റുകളെ, അവരുടെ വീഴ്ചകളെ, അവരുടെ പിന്മാറ്റത്തെ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവം അവരുടെ മേൽ വരുത്തുവാൻ പോകുന്ന കോപത്തെക്കുറിച്ച്, ശിക്ഷാവിധിയെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോ ദൈവസന്നിധിയിൽ എടുത്ത ഉടമ്പടിയെ അവർ മറുതലിച്ചു. അവർ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവർ അവഗണിച്ചു. അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയതിന്റെ ഫലമായി ബാബിലോണിന്റെ പ്രവാസത്തില് അവർ ബാബിലോണിയ ദൈവങ്ങളെ ആരാധിച്ച് അവർ ചെന്ന സ്ഥലത്തെ ദേവീദേവന്മാർക്ക് യാഗപീഠം പണിത് അവിടെയുള്ള സ്ത്രീ പുരുഷന്മാരെ വിവാഹം ചെയ്ത് അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഒരു ചിത്രം പ്രവചന പുസ്തകങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ആ പ്രവചന പുസ്തകങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ യെശയ്യാവായാലും യെരമ്യാവായാലും സഖറിയാവായാലും ഹോശേയായാലും ഒക്കെ ഒരു കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കരുണാദ്രമായ ആഹ്വാനം അവർക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മടങ്ങി വരുവാനായിട്ട്. എത്രമാത്രം നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയോ അത്രമാത്രം നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം എന്ന് ഒരു ആഹ്വാനം കൊടുക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെയും ആമോസിൽ കൂടെ അതാ നമ്മൾ വായിച്ചത്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് നിങ്ങൾ എന്നെ അന്വേഷിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ അവർ ദൈവത്തെ അന്വേഷിക്കാതെ പോയതിനെ കുറിച്ച് യെശയ്യാവ് കുറെ കൂടെ സവിസ്തരമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ മക്കളെ പോറ്റി വളർത്തിയ ഒരു പിതാവ്, നമ്മളൊക്കെ മക്കളെ വളർത്തുന്നതാണല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് വലിയ കാഴ്ചപ്പാടുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അവരൊക്കെ നാളെ പഠിച്ചു ഉന്നതമായ സ്ഥാനത്തെത്തി അവരെ നമ്മളെ സംരക്ഷിക്കുമെന്നൊക്കെ ഉള്ള ഒരു പക്ഷേ ഈ കാലങ്ങളിൽ എത്രമാത്രം അത് നടപ്പാകുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന സ്വപ്നങ്ങൾ നെയ്യുന്നവരാ മാതാപിതാക്കള്. എന്നാൽ നമ്മുടെ മക്കൾ കള്ളുകുടിയന്മാരായി, താന്തോന്നികളായി, ദുർമാർഗികളായി, സഭയ്ക്കും സമൂഹത്തിനും ഭവനത്തിനും ഒന്നും കൊണ്ടുവരാത്തവരായാൽ ഒരു പിതാവ് എങ്ങനെ വിലപിക്കുമോ? അപ്രകാരം യെശയ്യാവിന്റെ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തില് പിതാവായ ദൈവം തമ്പുരാൻ ഒരു വീടിന്റെ മുറ്റത്തിറങ്ങി ആകാശത്തിലേക്ക് നോക്കി വിലപിക്കുന്നത് പോലെ വിലപിക്കുക. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, പക്ഷെ അവരെന്നോട് മറുതലിക്കുന്നു എന്ന് പറയുകയാണ്. 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം യെശയ്യാവിന്റെ 1:4 ഇങ്ങനെ വായിക്കുന്നു. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച്, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ, ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നുവെന്നോ ഇസ്രായേൽ ജനത്തെ ബാബിലോണിന്റെ പ്രവാസത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനമെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ ജനത്തെ നോക്കി വിലപിക്കുന്ന ദൈവത്തെയാ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. അയ്യോ, അവർ ദുഷ്ടജനമാ, അവർ പാപത്തിന്റെ സന്തതിയാ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ പരിശുദ്ധനെ നിരസിച്ചവര് പുറകോട്ട് മാറിയിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇത് എപ്പോഴാ സംഭവിച്ചതെന്നറിയാമോ? യെരമ്യാവ് അത് വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെരമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തെ ഉപേക്ഷിച്ച സാഹചര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ അവസരത്തെ കുറിച്ച് പറയുന്നുണ്ട്. വായിച്ചാട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
ആ, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്നു ആ, മിഥ്യാമൂർത്തികളോട് ചേർന്ന് വ്യർത്ഥന്മാരായി തീരുവാൻ തക്കവണ്ണം ആ. അവർ എന്നിൽ എന്തൊരു അന്യായം കണ്ടു. അവർ എന്നിൽ എന്ത് കണ്ടിട്ടാ അവരെന്നെ ഉപേക്ഷിച്ച് പോയത് എന്ന് ദൈവം ചോദിക്കുകയാ. വായിച്ചാട്ടെ. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് പാഴ്നിലവും കുഴികളുമുള്ള ദേശമായി, അപ്രകാരമുള്ള ദേശമായി, വരൾച്ചയും കൂരിലുമുള്ള ദേശമായി, വരൾച്ചയുള്ള ദേശമായി, മനുഷ്യ സഞ്ചാരമോ മനുഷ്യവാസം ഒന്നുമില്ലാത്ത വെറും മരുഭൂമിയായി, വരണ്ടു കിടക്കുന്ന ഭൂമിയായ ദേശമായി, ആൾപ്പാർപ്പില്ലാത്ത ദേശമായി, മരുഭൂമിയിൽ കൂടി ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന യഹോവ എവിടെയെന്ന് അവർ ചോദിച്ചില്ല. കൂടെ നടത്തിക്കൊണ്ടുവന്നപ്പോ കാര്യം കാണുവോളം നാരായണ നാരായണ, കാര്യം കണ്ടു കഴിഞ്ഞപ്പോ കുരാണ എന്ന് പറഞ്ഞതുപോലെ യെരമ്യാവ് വിലപിച്ചുകൊണ്ട് പറയുക, നിങ്ങൾ നട്ടിട്ടില്ലാത്ത ദേശത്ത് കൂടെ, ആൾപ്പാർപ്പില്ലാത്ത വെള്ളമില്ലാത്ത വരണ്ട ദേശത്തൂടെ യഹോവയായ ദൈവം നിങ്ങൾക്ക് പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തൂണുമായി നിങ്ങളെ നടത്തി വാഗ്ദത്ത ദേശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നപ്പോ, ഹല്ലേലൂയ, നിങ്ങൾ യഹോവ എവിടെ എന്ന് അന്വേഷിച്ചില്ല. ഒരു വാക്കിലൂടെ താഴോട്ട് വായിച്ചാട്ടെ. ഞാൻ നിങ്ങളെ ഫലവത്തായ ഒരു ദേശത്ത് അതിന്റെ ഫലവും ഗുണവും, ഹല്ലേലൂയ, നിങ്ങളെ ഫലവത്തായ ദേശത്ത് അതിന്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നപ്പോ, എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എന്റെ ദേശത്തെ അശുദ്ധമാക്കി, എന്റെ അവകാശത്തെ അറപ്പാക്കി കളഞ്ഞു. എല്ലാം നേടിയെടുത്തവര്, അവർക്ക് ലഭിക്കേണ്ടുന്നതൊക്കെ ദൈവത്തിൽ നിന്ന് അവർ നേടിയെടുത്തു. അപ്പോഴാണ് അവർ ദൈവത്തെ മറന്നു കളഞ്ഞത്. ഹല്ലേലൂയ. 2024 പ്രവേശിച്ചിരിക്കുന്ന ക്രൈസ്തവ സമൂഹമേ, നമ്മുടെ സഭയുടെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദനമല്ലേ ഇനി എന്താണ് ദൈവം നിങ്ങൾക്ക് ചെയ്തു തരുവാനായിട്ടുള്ളത്? ഒന്നുമില്ലാത്ത ദേശത്ത്, ഒന്നുമില്ലാതിരുന്നിടത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് ഈ പാഴും ശൂന്യമായ സ്ഥലത്ത് ദൈവസ്നേഹത്താൽ അവൻ നമ്മളെ ആകർഷിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ശ്രേഷ്ഠദാസന്മാരെ ഈ മലയിടുക്കുകളിലേക്ക് അയച്ച് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ കാതുകളിൽ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കാതുകളിൽ ഓതി. ആ കർത്താവിന്റെ സ്നേഹത്താൽ ആകർഷരായി ദൈവസന്നിധിയിൽ ദൈവമക്കളെന്നുള്ള അവകാശത്തിലേക്ക് ഭാഗ്യവശാൽ പ്രവേശിപ്പാനിടയാക്കിയ നാം, നമ്മുടെ പിതാക്കന്മാർ മുട്ടുകാലിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ ഒന്നുമില്ലാതെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി തലമുറകള് അനുഗ്രഹിക്കപ്പെട്ടില്ലേ? ഇന്ന് നമ്മുടെ തലമുറകൾ എവിടേക്കെയാ, ഏതെല്ലാം സ്ഥാനങ്ങളിലാ, ഏതെല്ലാം ദേശങ്ങളിലാ, ഏതെല്ലാം ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളിലാ നാം ഒന്ന് ജീവിക്കുന്നത്? ഈസ്റ്റ് കല്ലട ഐസിസിൽ ഞാൻ ആദ്യമായി വരുന്നത് 1979 80 ആണെന്ന് എൻ്റെ വിചാരം, കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. PJ ജോസഫ് അച്ഛന് എരുമാപ്ര പള്ളിയിലിരിക്കുമ്പോഴാണ്. അന്ന് കൺവെൻഷനൊക്കെ തുടങ്ങുന്നത് ഒരു 8-8:30 ആകുമ്പോഴാണ്. അപ്പോൾ അച്ഛനോട്, ഞാൻ ഇവിടെ വന്നിറങ്ങി കുറേ മല കയറിയ അവിടെ ചെന്ന്, അന്ന് വണ്ടി വെള്ളമൊന്നും അവിടെ ചെല്ലത്തില്ല. എന്നെ പെട്ടി പിടിക്കാൻ ഒരാൾ വന്നു, അയാളുടെ പെട്ടി കൊടുത്തു. ഞാൻ അയാളുടെ കൂടെ മലയിൽ കയറി ഇരുന്നും വെള്ളം കുടിച്ചും ഒക്കെ എന്തായാലും നടന്നങ്ങ് മേളിൽ കയറി. അച്ഛൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. സന്ധ്യയായപ്പോൾ അച്ഛാ പള്ളിയുടെ മുറ്റത്തോട്ടൊന്ന് ഇറങ്ങി നിന്ന് ഒരു കാഴ്ച കാണാമെന്ന് പറഞ്ഞു. നല്ല ഇരുട്ടായി. പള്ളിയുടെ മുറ്റത്ത് ഞാനും അച്ഛനും കൂടെ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു പന്തം കൊളുത്തി പ്രകടനം, ഇവിടെ നിന്നൊരു പന്തം കൊളുത്തി പ്രകടനം, അവിടെ നിന്നൊരു പന്തം കൊളുത്തി പ്രകടനം. ഇങ്ങനെ പന്തം കൊളുത്തിയ ആളുകൾ ഇങ്ങനെ വരികയാണ്. ഇരുട്ടായതുകൊണ്ട് ആളാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല.
തീപ്പന്തം ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടുള്ളൂ. ഞാൻ ചോദിച്ചു, എന്നാച്ചാ? അപ്പോൾ പറഞ്ഞു, അച്ഛാ, ആളുകൾ യോഗത്തിന് വരിക, കറണ്ടില്ലാത്ത സമയത്ത്, മറ്റ് യാതൊരു സൗകര്യമില്ലാത്ത സമയത്ത് പകല് മുഴുവനും അധ്വാനിച്ച് തിരിച്ച് വീട്ടിൽ ചെന്ന് കുളി കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് ചൂട്ടുകറ്റയും കത്തിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവവചനം കേൾക്കുവാൻ തീഷ്ണതയോടെ കടന്നു വരുന്ന ജനത്തെ ഞാനന്ന് കാണുകയുണ്ട്. ഒരിക്കലും മറക്കത്തില്ല കാഴ്ച. പള്ളിയുടെ മുറ്റത്ത് വന്നവർ ചൂട്ട് കറ്റ കെടുത്തി അവിടിട്ട് പാട്ടുപാടി തുടങ്ങി. അന്ന് മീറ്റിംഗ് അവസാനിക്കുന്നത് 11 മണിയും 11:30 ഒക്കെയാ. അതുപോലെ ഈ ചൂട്ടുകൾ കത്തിച്ചിട്ട് ഈ മലയിടുക്കുകളിലേക്ക് അവർ നടന്നുപോയ പിതാക്കന്മാരുടെ മക്കളാ നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ നമ്മുടെ കൺവെൻഷൻ ബന്ധനങ്ങൾ ശൂന്യമായത്? എന്തേ നമുക്ക് ദൈവത്തെ അന്വേഷിക്കുവാൻ കഴിയാതെ വരുന്നത്? എന്തേ നമ്മുടെ ആരാധനകൾ ശൂന്യമായത്? എന്തേ നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വന്നത്? നിങ്ങൾ ദൈവത്തെ മറന്നു കളഞ്ഞു. അവൻ എവിടെ എന്ന് അന്വേഷിക്കുവാൻ നമുക്ക് സാധിക്കാതെ വന്നതുകൊണ്ട് ലോകത്തിന്റെ പല നേട്ടങ്ങളും നേടിപ്പിടിക്കുവാൻ തത്രപ്പെട്ടോടുന്ന മനുഷ്യ സമൂഹം അവരെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവത്തെ മറന്നു കളഞ്ഞു എന്നുള്ളതാ. എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? സംഭവിക്കുന്നത് സങ്കീർത്തനക്കാരൻ 50-ാം സങ്കീർത്തനത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാ പറയുന്നത്. 50-ാം സങ്കീർത്തനത്തിന്റെ 22-ാമത്തെ വാക്യം, ദൈവത്തെ മറക്കുന്നവരെ, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, അല്ലെങ്കിൽ വിടുവിപ്പാൻ ആരുമില്ലാതെ ഞാൻ നിങ്ങളെ കീറിക്കളയും എന്ന് ദൈവം മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ഉച്ച കഴിഞ്ഞ സമയം ദൈവത്തിന്റെ ആത്മാവിന്റെ അധികാരത്തോടെ ക്രൈസ്തവ സമൂഹത്തോട് വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. നീ കർത്താവിലേക്ക് മടങ്ങി വരുന്നില്ലെങ്കിൽ നിന്റെ തലമുറയെ ക്രിസ്തുവുള്ളവരായി നടത്തുവാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിന്നെ കീറിക്കളയുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്നോ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇസ്രായേൽ ജനം അവരുടെ അപജയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആമോസ് അവരെ വിളിക്കുക, നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞോ എന്നെ അന്വേഷിക്കുക. പോയിടത്ത് നിന്നോ, ദൈവത്തെ മറന്നു കളഞ്ഞിടത്ത് നിന്നോ, ദൈവിക ബന്ധം നഷ്ടപ്പെട്ടിടത്തു നിന്നോ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുക. ഇസ്രായേൽ ജനങ്ങളുടെ രണ്ടാമത്തെ അപജയം. വീണ്ടും നമുക്ക് ആമോസിന്റെ പുസ്തകത്തിലേക്ക് പോകാം. ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിച്ചാട്ടെ. അങ്ങനെ നിങ്ങൾ എളിയവനെ ചവിട്ടിക്കളയുകയും അവനോട് കോഴയായി ധാന്യം വാങ്ങുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ വെട്ടുകല്ലുകൊണ്ട് വീട് പണിയും, അതിൽ പാർക്കയില്ല. നിങ്ങൾ മനോഹരമായി മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കും, അവയിലെ വീഞ്ഞു കുടിക്കയില്ല താനും. നീതിമാനെ ക്ലേശിപ്പിച്ച് കൈക്കൂലി വാങ്ങുകയും ഗോപുരത്തിങ്കൽ ദരിദ്രന്മാരുടെ ന്യായം മറച്ചു കളയുകയും നിങ്ങളുടെ അതിക്രമങ്ങൾ അനവധിയും നിങ്ങളുടെ പാപങ്ങൾ കഠിനവും എന്ന് ഞാൻ അറിയുന്നു. ഇസ്രായേൽ ജനങ്ങളുടെ രണ്ടാമത്തെ അപജയം ആമോസ് ഓർമ്മിപ്പിക്കുകയാ. നിങ്ങൾ നീതിമാന്മാരെ ക്ലേശിപ്പിക്കുന്നവരാ. നിങ്ങളുടെ ഗോപുരത്തിങ്കൽ, ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ന്യായാസനത്തെ ഉദ്ദേശിച്ചുകൊണ്ടാ. കാരണം അവിടെ പറയുന്നത് നിങ്ങളുടെ ഗോപുരത്തിങ്കൽ ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളയുന്ന ആളുകളാണ്. മാത്രമല്ല 11-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എളിയവരെ ചവിട്ടിക്കളയുകയും
അവരോട് കോഴയായി ധാന്യം വാങ്ങുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾക്ക് ഇന്നതൊക്കെ വരുമെന്ന് എന്ന് പറഞ്ഞാൽ നാം നീതിയെക്കുറിച്ച് സംസാരിക്കുന്നവരാ, പക്ഷെ ചെയ്യുന്നത് അനീതിയാ. നാം ന്യായത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാ, പക്ഷെ നമ്മളിൽ മുഴുവനും അന്യായം നിറഞ്ഞു നിൽക്കുകയാ. നാം നിസ്വാർത്ഥതയെക്കുറിച്ച് പറയുന്നവരാ, പക്ഷെ സ്വാർത്ഥത കൊണ്ട് അന്ധരായിരിക്കുന്ന മനുഷ്യരായി നാം മാറിയിരിക്കുന്നു എന്നുള്ളത്. നമ്മുടെ സ്വന്തം കാര്യം, നമ്മുടെ താല്പര്യം, നമ്മുടെ നേട്ടങ്ങൾ, അത് മാത്രമായി നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഏത് നീതിമാനെ ക്ലേശിപ്പിക്കുവാനും ഏത് ദരിദ്രന് ന്യായം മറച്ചു കളയുവാനും മടിയില്ലാത്ത സമൂഹമായി മാറിയിരിക്കുക. എന്ന് പറഞ്ഞാൽ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അല്പം കൂടെ അതിനെ വിശദീകരിക്കുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. നീയോ യഹൂദൻ എന്ന പേർ കൊണ്ടും, നീ യഹൂദൻ എന്ന പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കിയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും. നീ സാധാരണക്കാരനൊന്നും അല്ല, നീ അവന്റെ ഇഷ്ടം അറിയാവുന്നവനാ. അതിന്റെ തെളിവാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവരാ, നിങ്ങൾ ദൈവത്തിൽ പ്രശംസിക്കുന്നവരാ. ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കാൻ അവന്റെ ഇഷ്ടം അറിഞ്ഞ് ഭേദാഭേദങ്ങൾ വിഭജിച്ച് ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത് കൊണ്ട്. വായിച്ചത് സഹോദര. ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ, കുരുടന് വഴികാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നെങ്കിൽ. ക്രിസ്ത്യാനിയെ കുറിച്ചുള്ള വെപ്പ് അല്ലേ? മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുന്ന ഒരു സമൂഹം അല്ലേ? നീതിയുടെ, ന്യായത്തിന്റെ മാതൃകയായി, ദൈവസ്നേഹത്തിന്റെ മാതൃകയായി ഈ സമൂഹത്തിന് ഉപ്പായും വെളിച്ചമായും ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നിയോഗിച്ചിരിക്കുന്ന ഒരു സമൂഹം. നാം അങ്ങനെയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായ തെളിവ് ആദ്യത്തെ വാക്യങ്ങളിൽ പറഞ്ഞത്. നമ്മൾ സാധാരണക്കാരല്ല, അവനെ അറിഞ്ഞതാണ്, അവൻ്റെ ന്യായപ്രമാണത്തെ അറിഞ്ഞതാ. അവൻ്റെ ന്യായപ്രമാണത്തിൽ നിന്ന് നമുക്ക് ജ്ഞാനത്തിൻ്റെ സത്യത്തിൻ്റെ സ്വരൂപം ലഭിച്ചതാ. അതുകൊണ്ട് നാം അന്ധകാരത്തിലിരിക്കുന്നവർക്ക് വഴികാട്ടിയായി, നാം അന്യനെ ഉപദേശിക്കുവാൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവായിരിക്കാനായിട്ട്. എന്നാൽ എന്താ പറ്റിയത്? പൗലോസ് തുടർന്ന് പറയുന്നുണ്ട്, വായിച്ചേ. ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചിരിക്കുന്നുവെങ്കിൽ ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? നീ നിന്നെ തന്നെ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ, വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നത് എന്തിനാ? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കും, പക്ഷെ നീ ചെയ്യുന്നത് മോഷണമാണ്. വ്യഭിചാരം ചെയ്യരുത് എന്ന് നീ പ്രസംഗിക്കും, പക്ഷെ നീ ചെയ്യുന്നത് അത് തന്നെയാ. വായിച്ചതാഴോട്ടോ. വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ, ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? സ്തോത്രം. വേദപുസ്തകം കക്ഷത്തി വെച്ചുകൊണ്ട് അല്ലേ, ഞാൻ ക്രിസ്ത്യാനിയാ, സത്യക്രിസ്ത്യാനിയാ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിയുടെ ദൈവമക്കളുടെ കപടവേഷം ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹമേ, നിന്നോട് ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ ന്യായപ്രമാണം ലംഘനത്താൽ നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ സാക്ഷ്യം കൊണ്ട്
നീ ന്യായപ്രമാണത്തെ ലംഘിച്ച് ദൈവത്തെ അപമാനിക്കുന്നവരാണോ? നമ്മൾ പറയുന്നതാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്? നമ്മൾ പഠിച്ചതാണോ നമ്മൾ പ്രാവർത്തികമാക്കുന്നത്? നാം പരിശീലിച്ചതാണോ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കുന്നത് എന്ന് ഒന്ന് ചിന്തിപ്പാൻ. നാം പഠിച്ചത് ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. നാം പഠിച്ചത് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചാണ്. നാം പഠിച്ചത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ്. നാം പഠിച്ചത് ദ്രവ്യാഗ്രഹം എല്ലാവിധ ദോഷങ്ങൾക്കും കാരണമാകുന്നുവെന്നാണ്. അങ്ങനെ നാം ധാരാളം ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി നമ്മളെ പഠിപ്പിച്ചത്. കൊച്ചുനാൾ മുതൽ സൺഡേ സ്കൂളിൽ തുടങ്ങി ഇതൊക്കെ നമ്മൾ വായിച്ചും കേട്ടും പഠിച്ചതാ. പക്ഷേ ജീവിതത്തിൻ്റെ പ്രായോഗികതകളിലേക്ക് നമ്മൾ വന്നപ്പോൾ ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചില്ലേ? നാം അന്യായത്തിൻ്റെ മക്കളായി, നാം അനീതിയുടെ മക്കളായി. ആമോസിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാ. ആമോസേ, നീ എന്തു കാണുന്നു എന്ന് അവൻ ചോദിച്ചതിന്, ഒരു കുട്ട പഴുത്ത പഴം എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട് അരുളിച്ചെയ്തത്, എന്റെ ജനമായ ഇസ്രായേലിന് പഴുപ്പ് വന്നിരിക്കുന്നു. എന്റെ ജനമായ ഇസ്രായേലിന് പഴുപ്പ് വന്നിരിക്കുന്നു. ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. അവർ പഴുത്ത് ചീഞ്ഞായിരിക്കുന്നത് കൊണ്ട് ഞാൻ അവരെ ശിക്ഷിക്കാതെ വിടത്തില്ല. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ പ്രവാചകൻ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവും ഇല്ല. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. മുഴുവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. കഴിഞ്ഞ ചില നാളുകളായി, അല്ലെ കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ദൈവം നിയോഗിച്ചയക്കുന്നതനുസരിച്ച് ദൈവജനമായി ഞാൻ യാത്ര ചെയ്യുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സന്ധ്യയാകും, അല്ലെങ്കിൽ ഒരു 5 മണി കഴിഞ്ഞ് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എത്ര കൺവെൻഷനാണെന്നറിയാമോ? ഏതെല്ലാം സഭയുടെ, ഞങ്ങൾ കുമ്പനാട്ടുകാരാ, ഞങ്ങളുടെ IPC സഭയുടെ ഹെഡ് ഓഫീസ് അവിടെ അല്ലേ. കഴിഞ്ഞ 8 ദിവസം എന്തോ ഒരു ആഘോഷമായിരുന്നു അവിടെ. IPCയുടെ കൺവെൻഷൻ, യൂണിയൻ കൺവെൻഷൻ, അസംബ്ലീസ് ഗോഡിൻ്റെ കൺവെൻഷൻ, ചർച്ച് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷൻ, മാർത്തോമ കൺവെൻഷൻ, CSI കൺവെൻഷൻ, ഓർത്തഡോക്സ് കൺവെൻഷൻ, മാക്കാഗോദ് കൺവെൻഷൻ, ഓരോ ഇടവകയുടെ കൺവെൻഷൻ, ഓരോ ഇടവകയിൽ കൺവെൻഷനും ഓരോ ദൈവദാസന്മാരും ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം ഓർമ്മിപ്പിക്കുക. പക്ഷെ ആർക്കെങ്കിലും സൗഖ്യം ഉണ്ടാകുന്നുണ്ടോ? ആർക്കെങ്കിലും മനസ്സാന്തരം ഉണ്ടാകുന്നുണ്ടോ? ആരെങ്കിലും യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാൻ അവരുടെ തെറ്റുകളെ, അവരുടെ വീഴ്ചകളെ മനസ്സിലാക്കിക്കൊണ്ടോ? അതുകൊണ്ട് ആ പ്രവാചകൻ പറയുന്നത്, നിന്റെ മുറിവുകൾ അവൻ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ ആരുമില്ല, അതൊന്ന് ഉണക്കാൻ ആരുമില്ല. നീ തല മുതൽ ഉച്ച മുതൽ ഉള്ളക്കാൽ വരെ ദീനം പിടിച്ചു, നിന്റെ ഹൃദയം രോഗം പിടിച്ചു, ആമേൻ, വ്രണമായി തീർന്നിരിക്കുക. ഇന്നത്തെ ക്രൈസ്തവ സമൂഹം അപ്രകാരം ആയിരിക്കുന്നു. ഏതെങ്കിലും ഒരു സഭയിൽ സമാധാനമുണ്ടോ? ഒരു സഭ കിഴക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ ആരാധിക്കണം ചൊല്ലി അടിയുണ്ടാക്കുമ്പോൾ വേറെ ഒരു ക്രൈസ്തവ സമൂഹം ഇതെല്ലാം ഞങ്ങളുടെ വകയാ, ഞങ്ങൾക്ക് വിട്ടു തരണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു, പള്ളി പിടിച്ച് നടക്കാൻ. വേറൊരിടത്ത് വേറെ ഒരു വിധത്തിൽ ഈ പറയുന്ന
സെക്ടേറിയൻ ഗ്രൂപ്പ്സ് ഒന്നും ഇതിൽ നിന്ന് വിവരമല്ല. ഞങ്ങൾ കുമ്പനാട് നേരിട്ട് കാണുന്നതല്ലയോ. അയ്യോ, നമ്മുടെ സഭകളെക്കാട്ടിലും ഒക്കെ, ഞാൻ ആരെയും കുറ്റം പറയാനല്ല, അവർ ഒട്ടും നമ്മളെക്കാട്ടിൽ ഇക്കാര്യത്തിലൊക്കെ അവർ നല്ലവരൊന്നുമല്ല. എവിടെ ചെന്നാലും വിദ്വേഷത്തിൻ്റെയും വിരോധത്തിൻ്റെയും പകയുടെയും വിഭാഗീയതയുടെയും സ്വാർത്ഥതയുടെയും ഒക്കെ പിടിവലിയായി സഭയുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ പുടിവെടുത്ത് നുരയ്ക്കുന്ന അനുഭവത്തിൽ ആയിരിക്കുന്ന ക്രൈസ്തവ സഭയാണ് ആമോസ് പ്രവാചകൻ വിളിക്കുന്നത്. നിങ്ങളിനി ജീവിച്ചിരിക്കണമെങ്കിൽ എന്നെ അന്വേഷിക്കാനായിട്ട്. അനീതിയുടെ മക്കൾക്ക് ലഭിക്കുന്ന ഫലമെന്താണ് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 14-15 വാക്യങ്ങളിൽ, നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. നിങ്ങളുടെ അമാവാസികൾ ഉത്സവം വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ചു മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണു മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. ഞാൻ കേൾക്കാതെ എന്റെ കണ്ണടച്ചു കളയും. പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലാതെ വരുന്നതിൻ്റെ കാരണം നീ അനീതിയും അന്യായവും നിറഞ്ഞ ഒരു സമൂഹമായി മാറിയിരിക്കുന്നു. ഒന്നാമത്തെ അപചയം ഞാൻ പറഞ്ഞത് ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ, ദൈവത്തെ മറന്നു കളഞ്ഞ സമൂഹമായി. രണ്ടാമത്തെ അപചയം അവർ നീതിയില്ലാത്ത, ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന, എന്നാ പറയുന്നേ, നമ്പാൻ കൊള്ളാവുന്ന സമൂഹമല്ലാതെ ആയിരിക്കുന്നു. മൂന്നാമത്തെ, വളരെ പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോകട്ടെ. മൂന്നാമത്തേത് യെശയ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ട് പാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു. ഒരു ചക്കും ഇട്ടു. അവിടെ ചക്കിട്ട് മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. മുന്തിരിവള്ളിയായി. ഒരു നല്ല തോട്ടം, ഒരു കുന്നിന്മേൽ ഫലവത്തായ ഒരു കുന്നിന്മേൽ നല്ല തോട്ടം ഉണ്ടാക്കി. ആരോഗ്യമുള്ള ഭാര്യയും ഭർത്താവും ഒന്നിച്ച് അനുഗ്രഹീതമായ കുടുംബജീവിതം ദൈവം തമ്പുരാൻ തന്നു. ഊനമില്ലാത്ത മക്കളെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ തന്നു. അവർക്ക് ജ്ഞാനം കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു, പഠിക്കുവാനുള്ള ബുദ്ധി കൊടുത്തു. അവൻ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി, ഭാര്യയും ഭർത്താവും മക്കളുമായി നല്ല വിശിഷ്ട മുന്തിരിവള്ളി ആയി അവരങ്ങനെ വളർന്നു പന്തലിക്കുകയാണ്. അപ്രകാരം നിന്നെ അനുഗ്രഹീത കുടുംബത്തിന്റെ ഉടമയാക്കിയ സ്വർഗത്തിലെ ദൈവം നല്ല തോട്ടക്കാരൻ, നല്ല ഊനമില്ലാത്ത മുന്തിരി തൈകളെ നിന്റെ കുടുംബജീവിതത്തിൽ നട്ടു തന്ന് വളർത്തിയെടുത്ത നല്ല തോട്ടക്കാരൻ. അവൻ നിന്റെ കുടുംബത്തിന്റെ മധ്യത്തിൽ ഒരു ചക്കിട്ട് കാത്തിരിക്കുക, നല്ല ഫലം കായ്ക്കുമെന്ന് വിചാരിച്ച്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതാ, ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെ നന്മകളാൽ നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ടോ? പകരമായി ദൈവത്തിന് നല്ല ഫലം കായ്ക്കുന്ന കുടുംബങ്ങളായി, കുഞ്ഞുങ്ങളായി നമ്മുടെ മക്കളും നമ്മൾ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുകയാണ്. ഒരു കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 8ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ സൺഡേ സ്കൂളില്ല. കാരണം എന്താണെന്നറിയാമോ? മോനെ, നിന്നെ ഞാൻ എൻജിനീയറാക്കാനാ, നിന്നെ ഞാൻ ഡോക്ടറാക്കാനാ, അതുകൊണ്ട് ഇനി സൺഡേ സ്കൂളിൽ പോകേണ്ട, കോച്ചിങ് ക്ലാസ്സിന് പോയാൽ മതി.
3 വർഷം 8, 9, 10, പിന്നെ 11, 12, 5 കൊല്ലം കോച്ചിങ് ക്ലാസ്സിന് പോയി. കോച്ചിങ് കഴിയുമ്പോഴത്തേക്ക് അവൻ യുവാവായി എന്ന കൗമാരത്തിലേക്ക്, അഡോൾസൻ്റ് ഏജിലേക്ക്, ടീനേജേഴ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ 5 കൊല്ലം അവൻ ദൈവത്തിൽ നിന്ന് അകലുകയാണ്. കാരണം ദൈവാലയമില്ല, സൺഡേ സ്കൂളില്ല, ആരാധനയില്ല. വല്ലപ്പോഴും ഒന്ന് പള്ളിയിൽ ഒരു അതിഥിയായിട്ട് പോയെങ്കിലാണ്, അത് കോച്ചിങ് ഇല്ലാത്ത സമയത്ത്. ഈ 5 വർഷം കഴിയുമ്പോൾ അവൻ MBBS-നോ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ അഡ്മിഷൻ കിട്ടിയ ഒരു പോക്കാ. ഞാൻ കേരളത്തിന് വെളിയിലുള്ള അനേക പട്ടണങ്ങളിൽ ദൈവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്ത് നേരിട്ട് കണ്ടനുഭവിച്ച ഒരു കാര്യമാണ്. പിള്ളേരവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ബേർഡാ. ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. ഫോൺ ചെയ്യുമ്പോൾ പറയും, അപ്പാ ഞാൻ സുഖമായിട്ടിരിക്കുന്നു, എനിക്കൊരു 5000 രൂപ വേണമെന്ന് പറയില്ലേ. അയ്യോ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെടേണ്ടെന്ന് വിചാരിച്ച് 5000-ന് പകരം 7000 അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കും. അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നറിയാമോ? അവരൊക്കെ എങ്ങനെയാണ് പണം ചെലവഴിക്കുന്നതെന്നറിയാമോ? നേരിട്ട് കണ്ടിട്ടുള്ളവനാ ഞാൻ. കാട്ടുമുന്തിരിയുടെ ഫലം കായ്ക്കുന്നവരായി ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിക്കട്ടെ. എന്റെ പ്രിയതമന് ഫലവത്തായ ഒരു കുന്നിന്റെ മുകളിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടാക്കി. ആ മുന്തിരിത്തോട്ടത്തിൽ നല്ല തൈകളെ നട്ട് മുള്ളും പർക്കാരയും വകഞ്ഞു മാറ്റി വേലി കെട്ടി വെള്ളം തന്ന് സൂക്ഷിച്ചത് ഫലം കായ്ക്കാനായിട്ട്. എന്ത് ഫലമാണെന്നറിയാമോ? വിശിഷ്ട ഫലം. പക്ഷെ കായ്ച്ചതോ മുന്തിരിവള്ളി. യെരമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 20, 21 വാക്യങ്ങളിൽ ഇത് തന്നെ വിലപിക്കുന്ന പ്രവാചകൻ ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യെരമ്യാവ് 2:20, 21. പണ്ട് തന്നെ നീ നുകം തകർത്ത് നിന്റെ കയറ് പൊട്ടിച്ചു, ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ഉയർന്ന കുന്മേലൊക്കെയും പച്ചയായ വൃക്ഷത്തിന് കീഴൊക്കെയും നീ വേശ്യയായി കിടന്നു. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കും. വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെ? എന്ത് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീയും നിന്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആ ദൃഢതയില്ലായ്മയെ കുറിച്ച്, നീയും നിന്റെ കർത്താവുമായിട്ട് എത്രമാത്രം അകന്ന് അവിശ്വസ്തനായി തീർന്നു എന്നുള്ളത് ദൈവവചനത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആമോസ് മടക്കി വിളിക്കുന്നത് അവിടെ നിന്നാണ് എന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. കാട്ടുമുന്തിരിവള്ളിയായി തീർന്ന നിന്നെ എന്ത് ചെയ്യുമെന്ന് യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നിന്ന് താഴോട്ട് വായിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്. ഞാനങ്ങ് പറഞ്ഞു പോകാം. അവൻ നിന്റെ മതിലുകൾ പൊളിച്ചു കളയും, അവൻ നിന്നെ ഉന്മൂലനാശം ചെയ്യുമെന്ന്. നിങ്ങൾ സമയക്കുറവുള്ളത് കൊണ്ട് ഞാനത് വായിക്കാൻ ശ്രമിക്കുന്നില്ല. അവിടെ നിന്നാണ് ആമോസ് തിരിച്ചു വിളിക്കുന്നത്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഇരിക്കുന്ന ഇരിപ്പിൽ നിന്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകത്തുകയെ ഒന്ന് ചിന്തിപ്പാൻ. Have you ever forgotten God when God has blessed you abundantly? ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിച്ച് പാടും ശൂന്യമായ ദേശത്ത് നിന്ന് നാൾപ്പാർപ്പില്ലാത്ത ദേശത്തൂടെ നടത്തി ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ തന്നു. നിന്റെ പിതാക്കന്മാരുടെ കണ്ണുനീര് കേട്ട് നിന്നെ അനുഗ്രഹിച്ചപ്പോൾ നീയും നിന്റെ കുടുംബവും ദൈവത്തെ മറന്നു കളഞ്ഞിട്ടില്ലേ? ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുവാൻ ദൈവവചനം നിന്റെ കയ്യിൽ തന്ന് അതിനുള്ള പരിശീലനം തന്നിരിക്കെ, സ്വാർത്ഥതയും ലോകമോഹങ്ങളും ലൗകികതയും നിന്റെ ജീവിതത്തിലുണ്ടായി ലോകപ്രകാരം വെട്ടിപ്പിടിക്കുവാൻ അനീതിയുടെ മക്കളായി, നീതിയില്ലാത്ത മക്കളായി നീ ഞാനും മാറിയിട്ടില്ലേ? നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമൂഹങ്ങൾ കാട്ടുമുന്തിരിവള്ളിയായി. 4, നമുക്ക് പ്രത്യാശയുണ്ട്.
ഇങ്ങനെയൊക്കെ ആയിരുന്നാലും നമുക്ക് പ്രത്യാശയുണ്ട്. എന്താണ് പ്രത്യാശ എന്നറിയാമോ? യെശയ്യാവ് പറയുകയാണ്, നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ കണ്ണടച്ചു കളയും, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കത്തില്ല എന്ന് പറഞ്ഞ യെശയ്യാവ് പറയുകയാണ്. വായിച്ചാട്ടെ 17-ാമത്തെ വാക്യം മുതൽ 1:17. യെശയ്യാവ് 1:17 മുതൽ വായിച്ചേ. നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, നന്മ ചെയ്യാൻ പഠിക്കോ, ന്യായം അന്വേഷിപ്പീൻ, ന്യായം അന്വേഷിക്കേ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ, അനാഥന് ന്യായം നടത്തി കൊടുപ്പീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ, വരുവീൻ വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം, നമുക്കൊന്ന് വാദിക്കാം എന്നെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും എത്ര കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, ഹിമം പോലെ വെളുപ്പിച്ചു തരാം. വരുവീൻ നമുക്കൊന്ന് വാദിക്കാം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തെ വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് ഓർമ്മിപ്പിക്കുവാനല്ല, നിങ്ങൾ കുറ്റക്കാരാണെന്ന് വിധിക്കുവാനല്ല, മറിച്ച് നിങ്ങൾക്കൊരു പ്രത്യാശയുടെ വഴിയുണ്ട്. നിങ്ങൾ എത്ര തന്നെ ദൈവത്തിൽ നിന്ന് അകന്നുപോയാലും, എത്ര തന്നെ ദൈവത്തിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോയാലും ഒരു മടങ്ങി വരവിന് സാധ്യതയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുവാനാ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിച്ചു തരാം. അടുത്ത വാക്കുകൾ വായിച്ചു. അതിന് താഴെ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാൽ പഞ്ഞുപോലെ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകന്നുപോയോ, നിന്റെ ജീവിതം എത്രമാത്രം പാപമംഗലമായോ, അത്രമാത്രം നിന്നെ ശുദ്ധീകരിക്കുവാൻ ദൈവം മടക്കി വിളിക്കുകയാണ്. യെരമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്, വിശ്വാസത്യാഗികളായ എന്റെ മക്കളെ മടങ്ങി വാ. കം ബാക്ക്, കം ബാക്ക്. വിശ്വാസത്യാഗികളായ മക്കളെ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. സഖറിയാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രവാചകൻ ഇങ്ങനെ പറയുകയാണ്, കരുണാസമ്പന്നനായ ദൈവത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സഖറിയാ പ്രവാചകൻ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച്, ദൈവത്തിന്റെ ആർദ്രതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സഖറിയാ പ്രവാചകൻ പറയുന്നു 1:3-4. ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കലേക്ക് തിരിവീനെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോടും ആവശ്യപ്പെടുന്നത്, ടേൺ ടു മീ, കം ബാക്ക് ടു മീ, എന്നിലേക്ക് മടങ്ങി വരിക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവത്തോട് കൂടെ ജീവിക്കുന്നതിനപ്പുറമായൊരു ഭാഗ്യമില്ല. ഞായറാഴ്ച ദിവസം ഞാൻ എങ്ങനെയായി കുപ്പായത്തിനുള്ളിൽ എത്തിയത്, എങ്ങനെയായി കറുത്ത പുസ്തകവുമായിട്ട് ദേശത്തിൻ്റെ വിവിധ ഭാഗത്ത് സ്വർഗത്തിലെ ദൈവം എന്നെ അയച്ചതെന്ന് എൻ്റെ സാക്ഷി നിങ്ങളുമായിട്ട് പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുക. 46 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അരുമനാഥൻ ആരാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ലോകത്തിൻ്റെ കാലഗതികൾക്കനുസരിച്ച് ജീവിതം നശിപ്പിച്ചിടത്തു നിന്ന് എൻ്റെ അരുമനാഥനെ കണ്ടെത്തുവാൻ, അവങ്കലേക്ക് തിരിയുവാൻ, അവനോടുകൂടെ ഒരു പുതിയ യാത്ര ആരംഭിപ്പാൻ ദൈവം എനിക്കിടയാക്കി. വിശദമായിട്ട് ഞാൻ അന്ന് പറഞ്ഞോളാം. അവിടെ യെരമ്യാ പ്രവാചകൻ വിളിച്ചതുപോലെ ഒരു വിളി കേൾക്കുവാൻ, ആ കർത്താവിലേക്ക് മടങ്ങി വരുവാൻ സാധിച്ചതാ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യം. ലോകം തരാത്ത സന്തോഷം, ലോകം തരാത്ത സമാധാനം, ലോകം തരാത്ത ജീവിതത്തിൻ്റെ ധന്യതയും അർത്ഥവും മൂല്യവും യേശുക്രിസ്തുവിൽ കണ്ടെത്തുവാനായിട്ടിടയായി. സഖറിയാവ് പറയുന്നത് എങ്കിലേക്ക് മടങ്ങി വരുന്ന എന്തിനാണെന്നൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. സഖറിയാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. യഹൂദാഗ്രഹവും
ഇസ്രായേൽ ഗ്രഹവുമായുള്ളവരെ, നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നത് പോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും. നിങ്ങളെ അനുഗ്രഹമാക്കി തീർക്കാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശാപമായിരുന്നെങ്കിൽ, നിങ്ങൾ ശാപഗ്രസ്തമായി ജാതികളുടെ ഇടയിൽ ഇന്ന് സാക്ഷ്യം നഷ്ടപ്പെട്ട ക്രൈസ്തവ സമൂഹമായി മറ്റുള്ളവർ പുച്ഛിച്ചു തള്ളുന്നിടത്ത് നിന്ന് പ്രവാചകനിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട്. He is calling us to bless us. 14-15 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സൈന്യങ്ങളുടെ ദൈവം യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ കോപിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് തിന്മ വരുത്തുവാൻ വിചാരിക്കുകയും, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ കോപിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് തിന്മ വരുത്തുവാൻ വിചാരിച്ചത് എങ്കിലും അനുദപിക്കാതിരിക്കുകയും ചെയ്തതുപോലെ ഞാൻ ഈ കാലത്ത് യെരൂശലേമിനും യഹൂദാഗൃഹത്തിനും വീണ്ടും നന്മ വരുത്തുവാൻ വിചാരിക്കുന്നു. നന്മ വരുത്തുവാൻ. അന്ന് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാര് എന്നെ മറുതലിച്ചപ്പോൾ ശിക്ഷ വരുത്തുവാൻ വിചാരിച്ചുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നന്മ വരുത്തുവാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പകൽക്കാലം ജീവിതത്തിൻ്റെ കുറവുകളെ മനസ്സിലാക്കി എത്രമാത്രം നാം ദൈവത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് അകന്നുപോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് മടങ്ങി വരുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിന്നെ ജാതികളിൽ ശാപഗ്രസ്തമാക്കുവാനല്ല, അനുഗ്രഹിക്കുവാനായിട്ടാ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ. നസ്രേനായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയുടെ മഹോന്നതകൾ ഊറ്റപ്പെട്ട പുണ്യാഹ രക്തത്താൽ നിന്റെ ജീവിതത്തെ ശുദ്ധീകരിച്ചോ, ഹിമം പോലെ വെളുപ്പിച്ചോ, ദേശത്തിന് അനുഗ്രഹമാക്കി നിർത്തുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നെയും എന്നെയും മാടി വിളിക്കുകയാണ്. Can we go back? നാം ഒരു കാര്യം മനസ്സിലാക്കിയേ മതിയാവൂ. നമ്മുടെ ക്രൈസ്തവ സമൂഹം, നമ്മുടെ സഭകൾ, നമ്മുടെ സഭയുടെ നേതാക്കന്മാർ, ഞാൻ ഇന്ന് രാത്രി കൂടെ വിശദമായിട്ട് പറയാം. ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് പാടാറുള്ളൊരു പാട്ടുണ്ടല്ലോ, ജീവിതം ഇന്നും ശരിയായിട്ടില്ലെന്ന്, അല്ലേ? എൻ്റെ അപ്പച്ചന്മാരും അപ്പൂപ്പന്മാരും പാടിയതാ, പിന്നെ ഞാൻ പാടി, പിന്നെ എൻ്റെ മക്കൾ ഇപ്പോൾ പാടാൻ തുടങ്ങി. ജീവിതം ഇന്നും ശരിയായിട്ടില്ല. ഇനി എന്നാ ഇതൊന്ന് ശരിയാകുന്നേ? എപ്പോഴേലും ഒന്ന് ശരിയാകുമോ? നമുക്കിപ്പോഴും പറയാനതേ ഉള്ളൂ, ജീവിതം ഇന്നും ശരിയായിട്ടില്ല. അതെ, ജീവിതം ഇന്നും ശരിയായിട്ടില്ല. ഈ ജീവിതമൊന്ന് ശരിയാക്കണം. ഈ ക്രൈസ്തവ ജീവിതമൊന്ന് ശരിയാക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദേശത്ത് അനുഗ്രഹമാക്കി നിർത്തുവാൻ. അബ്രാമിനെ വിളിച്ചിട്ട് ദൈവം തമ്പുരാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, അബ്രാമേ, ഐ വിൽ ബ്ലസ് യു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. മാത്രമല്ല, നിന്നെ ഞാൻ ദേശത്തിന് അനുഗ്രഹമാക്കി നിർത്തും. കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ആമോസിൽ കൂടെ ദൈവത്തിൻ്റെ സ്നേഹാർദ്രമായ വിളി നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എങ്കിലേക്ക് തിരി. നാം ദൈവത്തെ മറുതലിച്ച് എത്രമാത്രം അകന്നുപോയി. അവൻ നമ്മളെ അനുഗ്രഹിച്ചപ്പോൾ നാം അവനെ ഉപേക്ഷിച്ചില്ലേ? ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നീതിയോടെ ന്യായത്തോടെ ജീവിക്കേണ്ടതിന് പകരം സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞ് അന്യായത്തിൻ്റെ മക്കളായി, അനീതിയുടെ മക്കളായി, സ്വാർത്ഥതയുടെ ദുഷ്ടതയുടെ മക്കളായി നാം പറയുന്നത് പ്രമാണിക്കുവാൻ കഴിയാതെ നാം ആയിട്ടില്ലേ? വിശിഷ്ട മുന്തിരിവള്ളിയായി അവൻ നമ്മളെ നട്ടിരിക്കെ കാട്ടുമുന്തിരിയുടെ ഫലം പുറപ്പെടുവിക്കുന്നവരായി നാം ആയിട്ടില്ലേ? ഇന്ന് പകൽക്കാലം കർത്താവ് മടങ്ങി വിളിക്കുക, നിങ്ങൾ വാ, എൻ്റെ അടുക്കിലേക്ക് വാ. നിങ്ങളുടെ പാപം എത്ര കടിച്ചു ഒപ്പായാലും ഹിമം പോലെ വെളുപ്പിച്ചു തരാം. രക്താംബരം പോലെ ചുമപ്പായിരുന്നാൽ അത് പഞ്ഞി പോലെയാക്കാം. ഹല്ലേലൂയ.
വിശ്വാസത്യാഗികളായ മക്കളെ, മടങ്ങി വാ. നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപഗ്രസ്തരായിരുന്നെങ്കിൽ ഇനി നിങ്ങളെ ഞാൻ അനുഗ്രഹമാക്കി മാറ്റുവാൻ. ഈ പകൽക്കാലം ദൈവാത്മാവിൻ്റെ മുമ്പിൽ, ദൈവവചനത്തിൻ്റെ മുമ്പിൽ എനിക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ് എന്നറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിപ്പാൻ. യെസ് ലോർഡ്, ഐ നീഡ് എ റിട്ടേൺ. ഐ നീഡ് ടു കം ബാക്ക് ടു യു. കർത്താവേ, ഞാൻ നിന്നെ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു. അങ്ങയിലേക്ക് ഞാൻ മടങ്ങി വരുന്നു എന്ന് പറയുവാൻ. ഞാൻ വരുന്നു ക്രൂശിൽ സാധുക്ഷീണൻ കുരുടൻ സാവാവോ എനിക്ക് പൂർണ്ണരക്ഷ കാണും ഞാൻ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയാൽ കുമ്പിടുന്നു, രക്ഷിക്കാം എന്നെ ഇപ്പോൾ. കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ തെറ്റിപ്പോയി എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. എന്നാൽ ഞങ്ങൾക്കൊരു പാപമോചനമുണ്ട്, ഞങ്ങൾക്കൊരു വിശുദ്ധീകരണമുണ്ട്, ഞങ്ങൾക്കൊരു അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന കർത്താവുണ്ട്. അതുകൊണ്ടിതാ ഞങ്ങൾ ക്രൂശിങ്കിലേക്ക് മടങ്ങി വരികയാണ്. അവിടുത്തെ പുണ്യാഹ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങയോടുകൂടെ ഞങ്ങളുടെ യാത്ര ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുറന്നു നിന്റെ മക്കളിൽ ഇടപെടണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ.